പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ മത്സരത്തിന് ശേഷം കുറെ പോർച്ചുഗൽ ആരാധകർ പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടു. ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമാണ്? ഇത്രയും മികച്ച ഒരു സ്ക്വാഡ് അവരുടെ കയ്യിലുണ്ടായിട്ട് പ്രശ്നമാണ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, പ്രശ്നമുണ്ട്. ടാക്ടിക്സ് ഇല്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാം, ഈ ചെറിയ ടീമുകളായിട്ട് കളിക്കുമ്പോൾ വലിയ ടീമുകൾ, അതായത് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടീമുകൾ കണ്ടു പഠിക്കേണ്ട ഒരു ടീം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. കാരണം ജർമ്മനിയുടെ ടാക്ടിക്സ്, അതായത് അവര് ഈ ഒരു സൂപ്പർ പ്ലെയറിനെ, അവരുടെ ഒരു ഐക്കൺ പ്ലെയറിനെ മുൻനിർത്തി, അല്ലെങ്കിൽ ആ ഐക്കൺ പ്ലെയറിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടുള്ള കളിയൊന്നും അല്ല ജർമ്മനി കളിക്കുന്നത്. നമ്മൾ നോക്കിയാൽ ജർമ്മനി ഇങ്ങനെ പല തവണകളായിട്ട് വൻ മാർജിനിൽ ജയിക്കാറുണ്ട്, ഗോൾ മാർജിനിൽ. നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഹാട്രിക്കോ ഫൗട്രിക്കോ ഒന്നും അടിക്കാറില്ല. 7 ഗോൾ ഉണ്ടെങ്കിൽ 7 ഗോൾ അടിക്കുന്നത് 7 പേരായിരിക്കും. സോ അതാണ് ജർമ്മനിയുടെ ടാക്ടിക്സ്. അപ്പോൾ ടീമിലുള്ള 11 പേർക്കും റോൾ ഉണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് മാനുവൽ നോയറൊക്കെ വന്ന് ഗോൾ അടിച്ചിട്ട് പോകുന്നതാണ്. നോയർ നടുക്കൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പം നോയറിന് പോലും, ഗോൾ കീപ്പറിന് പോലും അത്രയും റോൾ അവരുടെ ടാക്ടിക്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ സ്പെയിൻ ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സാധനം അതാണ്. ഇപ്പൊ ഫ്രാൻസിന് കൂടുതലും സ്കോർ ചെയ്യുന്നത് എംബാപ്പെ ആയിരിക്കാം. സോ അങ്ങനെയല്ല, ജർമ്മനി യൂസ് ചെയ്യുന്ന ടാക്ടിക്സ് അത് വേറെ തന്നെയാണ്. ഇന്നലെ തന്നെ റൊണാൾഡോനെ ഭയങ്കരമായിട്ട്, അതിഭീകരമായിട്ട് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ടായിരുന്നു. കാരണം റൊണാൾഡോയ്ക്ക് ഇന്നലെ ഒരു ഷൂട്ട് പോലും ഫ്രീ ആയിട്ട് നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൊണാൾഡോ ഓഫ് ബാലൻസ് ആയിട്ടും പുള്ളിക്ക് ഓക്കെ, ഇത് എന്റെ ബോളാണ്, എനിക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഒരു ബോൾ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പാസുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ അതിനെയൊക്കെ കോങ്കോ പ്ലേയേഴ്സ് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. റൊണാൾഡോയുടെ മുന്നിലും വട്ടത്തിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. റൊണാൾഡോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എനിക്ക് പിന്നെ എന്നെ സംബന്ധിച്ച് തോന്നിയ ഒരു കാര്യം, ഇന്നലെ റൊണാൾഡോ ഒരു ഫസ്റ്റ് 11 വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം റൊണാൾഡോനെ ഒരു 70 മിനിറ്റിന് ശേഷം കൊണ്ടുവന്നിരുന്നെങ്കിൽ റൊണാൾഡോനെ പോർച്ചുഗലിന് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാരണം അത് അവിടെ ഒരു മെന്റൽ ഗെയിം ഒക്കെ കളിക്കണമായിരുന്നു. പക്ഷെ റാമോസ് തന്നെ ഫസ്റ്റ് 11 വരണമായിരുന്നു. റാമോസ് വന്നിരുന്നെങ്കിൽ പോർച്ചുഗലിന് ഉണ്ടാകാൻ പോയിരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് ജാവോ നവാസ്, വിറ്റീഞ്ഞ, റാമോസ്, അതേപോലെ നുനോ മെൻഡസ്, ഈ ഒരു കോംബോ ഇവർ ഒന്നിച്ച് കളിച്ച് തെളിഞ്ഞ ആളുകളാണ്. സോ അവർക്ക് ആ ഒരു കോംബോ അവിടെ വർക്കൗട്ട് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ അതിന് പോർച്ചുഗൽ ശ്രമിച്ചില്ല. അത്രയും വലിയൊരു ഓപ്ഷൻ പോർച്ചുഗലിന്റെ കയ്യിൽ ഉണ്ടായിട്ട് പോർച്ചുഗൽ അത് ചെയ്തില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ടീമിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നവരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആ ഫസ്റ്റ് 11 കണ്ടിരുന്നോ? ഫസ്റ്റ് 11 ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? ലോകത്തുള്ള എല്ലാ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സും കൂടിയാണ് ഇന്നലെ അവിടെ ഇറങ്ങി കളിച്ചത്. എല്ലാ എണ്ണം ഉണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, ജാവോ നവാസ്, പിന്നെ വിറ്റീഞ്ഞ, പെഡ്രോ നെറ്റോ, പിന്നെ ഇവരൊക്കെ ഒത്തനടുക്ക് റൊണാൾഡോ ഉണ്ടായിരുന്നു, കാൻസലോ അപ്പുറത്തുണ്ടായിരുന്നു, ഇപ്പുറത്ത് ന്യൂനോ മെൻഡസ് ഉണ്ടായിരുന്നു. സോ ഇതിൽ പരം എന്ത് സ്ക്വാഡാണ് വേണ്ടത്? ഒരു ഇത്രയും നല്ല സ്ക്വാഡിനെ കിട്ടിയിട്ടും കോങ്കോ പോലെ ഒരു ടീമിനോട് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് പോർച്ചുഗലിന്റെ തോൽവി തന്നെയാണ്. അത് മാനേജറുടെ തോൽവി തന്നെയാണ്. മാനേജർ ഇനിയുമെങ്കിലും വേണ്ട രീതിക്കുള്ള ടാക്ടിക്സ് ഉപയോഗിച്ചില്ലെങ്കിൽ പോർച്ചുഗലിന്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഇനി വരുന്ന കളി കൊളംബിയ ആയിട്ട് കളിയുണ്ട്, അതേപോലെ ഉസ്ബെക്കിസ്ഥാൻ. കൊളംബിയ നമുക്കറിയാം, ലൂയിസ് ഡിയാസ് ഒക്കെ നല്ല കിണ്ണം കാച്ചിയ കളിയാണ് കളിക്കുന്നത്. നമ്മൾ ഈ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ നെയ്മർക്ക് ഒരു കപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ കൊളംബിയ കാണുന്ന ഒരു മനുഷ്യനുണ്ട്, റോഡ്രിഗസ്. അവരുടെ ലെജൻഡാണ്. റോഡ്രിഗസിന് വേണ്ടി ഒരു കപ്പ് എന്നുള്ള മെന്റാലിറ്റിയിലാണ് കൊളംബിയ കളിക്കാൻ വരുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ളത് ഉസ്ബെക്കിസ്ഥാനെ പറ്റിയിട്ടാണ്. ഉസ്ബെക്കിസ്ഥാൻ ഏഷ്യൻ ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഉസ്ബെക്കിസ്ഥാൻ ഒരു ചെറിയ ടീം അല്ല എന്നുള്ള കാര്യം. ഉസ്ബെക്കിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ പണി കിട്ടും. ഇന്നലെ കോങ്കോയുടെ കളി പറയാതിരിക്കാൻ പറ്റില്ല. അവരാണ് ശരിക്കും ഫുട്ബോൾ കളിച്ചത് എന്ന് ഞാൻ പറയും. എനിക്ക് തോന്നുന്നു ചെറിയ ടീമുകൾ വന്ന് ഇത്രയും മത്സരങ്ങൾ കളിച്ചതിൽ ഏറ്റവും നന്നായി ഫുട്ബോൾ കളിച്ചത് കോങ്കോ തന്നെയാണ്. സ്പെയിനെതിരെ കളിച്ചപ്പോൾ അവര് ഡിഫൻസ് ചെയ്ത് കളിക്കുകയായിരുന്നു. കമോവേഡ സ്പെയിനെതിരെ ഡിഫൻസ് ചെയ്ത് കളിക്കുകയായിരുന്നു. അത് നമുക്ക് ഓക്കെ, ചെറിയ ടീമുകൾ ഉപയോഗിക്കാറുള്ള ടാക്ടിക്സ് ആണെന്ന് പറയാം. പക്ഷെ കോങ്കോ ഇന്നലെ അങ്ങനെയല്ല കളിച്ചത്. അറ്റാക്ക്, നല്ല പ്രീമിയർ ലീഗിലെ പോലത്തെ അറ്റാക്ക്, ബുമ്മെന്ന്. അതും അവന്മാര്, എനിക്ക് തോന്നിയത് അവരുടെ ടീം നോക്കുമ്പോൾ ഒരു 11 ന്യൂനോ മെൻഡസ് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ അവര് ശരിക്കും ഒരു വിൻ, ഒരു 3 പോയിന്റ് അവർ ഡിസേർവ് ചെയ്തായിരുന്നു ഇന്നലെ. എന്തോ നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ ആരുടെയൊക്കെയോ ഭാഗ്യം കണ്ട് ഇന്നലെ അത് കൈയായി എന്നുള്ളത് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ടാക്ടിക്സ് മാറ്റിയില്ലെങ്കിൽ, ടാക്ടിക്സുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ, ഓരോ പ്ലെയേഴ്സിന്റെ കോംബോസിനെ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോർച്ചുഗലിന് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ ഞാൻ ഈ വേൾഡ് കപ്പിൽ കണ്ട ഏറ്റവും മികച്ച സ്കോഡാണ് പോർച്ചുഗലിനുള്ളത്. ആ പോർച്ചുഗലിന് വേൾഡ് കപ്പിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു തോൽവി തന്നെ ആയിരിക്കും. താങ്ക് യു.